കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി ഗ്രാമങ്ങൾ പുലിപ്പേടിയിൽ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പലയിടത്തും പുലിയെ കണ്ടതായുള്ള വാർത്തകൾ ജനങ്ങളുടെ സ്വൈരജീവിതം കെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം പുഞ്ചവയൽ കാരിശ്ശേരി ടോപ്പ് ഏന്തപ്പടി ഭാഗത്ത് പുതുപ്പറമ്പിൽ ദിവാകരന്റെ വളർത്തുനായയെ അജ്ഞാത ജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. പുലിയുടെ ആക്രമണമാണോ എന്ന സംശയത്തെ തുടർന്ന് വനംവകുപ്പിൽ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് 2 ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ചത്ത നായയുടെ ജഡം ഇവിടെ തന്നെ ഇടുകയും ചെയ്തു. എന്നാൽ രാത്രിയിൽ അജ്ഞാത ജീവി വീണ്ടും എത്തി ഈ ജഡം എടുത്തുകൊണ്ട് പോകുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് ക്യാമറ എടുത്തുകൊണ്ട് പോകുകയും ഇതിൽ ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ലെന്ന മറുപടിയാണ് അറിയിച്ചതെന്നും ദിവാകരൻ പറഞ്ഞു. പുതിയ 2 ക്യാമറകളാണ് സ്ഥാപിച്ചതെന്നും ഇത് ശരിയായി പ്രവർത്തിക്കാത്തത് മൂലം ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ലെന്നും പുതിയ ക്യാമറ സ്ഥാപിക്കുകയാണെന്ന് പറഞ്ഞ പുതിയ ക്യാമറ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചതായും ദിവാകരൻ പറഞ്ഞു. ഇതേ സ്ഥലത്ത് തന്നെ 2 മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു നായയെയും അജ്ഞാത ജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതിന് സമീപ മേഖലയായ പുഞ്ചവയൽ മാങ്ങാപ്പേട്ടയിലും കോഴത്തോട് പഞ്ചായത്തിന്റെ കൊട്ടാരങ്കട ഭാഗത്തും പുലിയുടേതിന് സമാനമായ ആക്രമണമുണ്ടായിരുന്നു. പെരുവന്താനം പഞ്ചായത്തിലെ കൊടുകുത്തിയിലും കൊക്കയാർ പഞ്ചായത്തിന്റെ മ്ലാക്കരയിലും കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ കൊടുങ്ങിയിലുമെല്ലാം പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വരെ പുലിയുടെ ശല്യം രൂക്ഷമായിരിക്കുമ്പോൾ വനംവകുപ്പ് അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാത്രമാണ് ചെയ്യുന്നതെന്നും വ്യാപക ആക്ഷേപം ഉയരുന്നുണ്ട്. മനുഷ്യജീവനും വളർത്തുമൃഗങ്ങളുടെ ജീവനും പുല്ലുവില കൽപ്പിക്കാതെ നാട്ടിലിറങ്ങി നാശനഷ്ടമുണ്ടാകുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് വനംവകുപ്പ് പിന്തിരിയണമെന്നും പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ ആവശ്യം ഉയരുകയാണ്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.